ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തിടാൻ പറ്റുന്ന ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ടിഫിൻ ബോക്സ് റെസിപ്പി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. സോന മസൂരി റൈസോ അല്ലെങ്കിൽ ബുള്ളറ്റ് റൈസോ ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്: ക്യാരറ്റ്, ഒരു വലിയ മുളക്, തൊണ്ടമുളക്, എരിവ് കുറഞ്ഞ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 7 ബീൻസ്, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, 2 സവാള. ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 7 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു അരപ്പിടി പുതിനയില. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഹോൾ സ്പൈസസ് ചേർക്കുന്നില്ല. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത പച്ചക്കറികളെല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കാം. 1/4 കപ്പ് പട്ടാണി കടല, ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പുതിനയില ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ചേർക്കുന്നത്. മല്ലിയിലയുടെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചോറ് വെന്ത ശേഷം ലാസ്റ്റിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പച്ചക്കറികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് റൈസിന് ഞാൻ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറികൾ വേവുന്നതിനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇതിന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചക്കറികളൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി റൈസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് തവി കൊണ്ട് ഒന്ന് ഒതുക്കിയ ശേഷം 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ഈ ചൂടിൽ തന്നെ കുറച്ച് സമയം കൂടി ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈത്ത സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സാലഡ് കുക്കുംബർ ഞാൻ ഒരെണ്ണം ചെറുതായ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈരും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് സൈഡ് ഡിഷായിട്ട് ഞാൻ കൊടുത്തു വിടുന്നത്. ഇപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. ചോറും കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് വിളമ്പാവുന്നതാണ്. ലാസ്റ്റ് ചോറെല്ലാം വിളമ്പിക്കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുക. ഈ ടിഫിൻ ബോക്സിന് ഒരു തട്ടും കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ വെച്ചു. ടൊമാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ആയാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതും വെക്കാവുന്നതാണ്. ഇനി ഞാൻ സൈഡ് ഡിഷായിട്ട് കുക്കുംബർ റൈത്ത വിളമ്പുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ്